ഹായ്, SSC മലയാളിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിലെ കുറേ ടോപ്പിക്സാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം RRB SSC എക്സാംസിനകത്ത് ഫിസിക്സിന് അത്യാവശ്യം വെയിറ്റേജുള്ള കുറേ കണ്ടൻസ് ഉണ്ടാവും. അതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും വേണ്ടുന്ന ഏറ്റവും ആവശ്യമുള്ള കുറച്ച് കണ്ടൻസ് നല്ല ഡെപ്തിൽ തന്നെയാണ് ഈ ഒരു ക്ലാസ്സുകളിൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി തരാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ക്ലാസ്സിൽ വളരെ ശ്രദ്ധിച്ച് കാണുക, തരുന്ന നോട്ട്സ് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് എഴുതിയെടുക്കുക, ക്ലാസ് നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. ഇപ്പം നമുക്ക് എന്തായാലും തുടങ്ങാം. ഞാൻ ഒരുപാട് ഇൻട്രൊഡക്ഷനിലോട്ടൊന്നും കടക്കുന്നില്ല. നമുക്ക് ക്ലാസ് തുടങ്ങാം. നമ്മൾ ഫസ്റ്റ് തന്നെ ഫിസിക്സ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പഠിക്കുന്ന ഏത് ചാപ്റ്ററാണ്? യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്നുള്ള ചാപ്റ്ററാണ്. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂണിറ്റ്സും മെഷർമെൻറ്റ്സും ഇല്ലാതെ നമുക്ക് ഫിസിക്സ് എന്നല്ല ഒരു സംഭവങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം യൂണിറ്റ്സിന് അത്രയും ഇമ്പോർട്ടൻസ് ആണുള്ളത്, അല്ലേ? അപ്പം എന്തൊക്കെയാണ് യൂണിറ്റ്സ്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ, ഇതൊക്കെയാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നോക്കുക, ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ചൂസൺ സ്റ്റാൻഡേർഡ് യൂസ് ഫോർ മെഷറിങ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡാണ് എന്തെന്ന് പറയുന്നത്, യൂണിറ്റ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്ന സംഭവം, ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ മെഷർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അളക്കാൻ പറ്റുന്ന എന്തൊരു സാധനത്തിനെ നമുക്ക് ക്വാണ്ടിറ്റി എന്ന് വിളിക്കാം. അപ്പം ഒരു ക്വാണ്ടിറ്റി എന്നുള്ളൊരു സംഭവത്തിന് ഒരു കംപ്ലീറ്റ്നെസ് വരുന്നത് അതിന് യൂണിറ്റ്സും കൂടി വരുമ്പോഴാണ്. അതായത് ഇപ്പോൾ ഞാനിവിടെ 10 എന്നൊരു വാല്യൂ എഴുതുമെന്ന് വിചാരിക്കുക. 10 എന്നുള്ളൊരു വാല്യൂ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 എന്നൊരു ന്യൂമറിക്കൽ വാല്യൂ മാത്രമേ അവിടെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇതിനപ്പുറത്ത് ഞാനൊരു കിലോഗ്രാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്താണ്, മാസിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കാര്യമാണ്, അല്ലേ? 10 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അല്ലേ? ഈ 10ൻ്റെ അപ്പുറത്ത് ഞാനൊരു കിലോമീറ്റർ ഇട്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും അതെന്താണ്, ദൂരത്തെ സംബന്ധിച്ച ഒരു കാര്യമാണ് ഈ 10 കിലോമീറ്റർ എന്ന് പറയുന്നത്, അല്ലേ? ഇതിനപ്പുറത്ത് ഞാൻ ഒരു 10 ന്യൂട്ടൺ എന്ന് പറഞ്ഞാലും അത് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്, അത് ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാല്യൂ ആണ് ഈ 10 എന്ന് പറയുന്നത്. അപ്പം ഒരു ക്വാണ്ടിറ്റിയെ നമുക്ക് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ 2 കാര്യമാണ് വേണ്ടത്. ഒന്നെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ന്യൂമറിക്കൽ വാല്യൂവും വേണം, 2 അവിടെ ഒരു യൂണിറ്റും വേണം. അപ്പം ഒരു ക്വാണ്ടിറ്റി എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ദർ ഷുഡ് ബി എ ന്യൂമറിക്കൽ വാല്യൂ, ഒരു ന്യൂമറിക്കൽ വാല്യൂ അവിടെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അവിടെ എന്തും വേണം, യൂണിറ്റും വേണം. ഈ 2 കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒരു ക്വാണ്ടിറ്റിയെ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ യൂണിറ്റിനെ തന്നെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ യൂണിറ്റാണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്, രണ്ടാമത്തതാണ് ഡിറൈവ്ഡ് യൂണിറ്റ്. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾ പഴയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്, പക്ഷേ എങ്കിലും നിങ്ങളെ പണ്ട് പഠിച്ച ആ സ്കൂൾ ക്ലാസ്സിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക എന്നാണ് എൻ്റെ ഉദ്ദേശം, കേട്ടോ. അപ്പം ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ, ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മറ്റ് ക്വാണ്ടിറ്റികളെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന യൂണിറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. അതായത് ദേ ആർ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻറ്റ് യൂണിറ്റ്. അവരെന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള യൂണിറ്റാണ്. അതായത് മറ്റ് യൂണിറ്റുകളെ ഒന്നും എന്ത് ചെയ്യുന്നില്ല, അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദേ ആർ ഇൻഡിപെൻഡൻറ്റ് യൂണിറ്റ്സ്. അവരെല്ലാം എന്താണ്, ഇൻഡിപെൻഡൻറ്റ് യൂണിറ്റ്സ് ആണ്. അവർ കണ്ടോ, ഇൻഡിപെൻഡൻറ്റ് യൂണിറ്റ്സ് ആണ്. അതായത് അതിനെ നമുക്ക് മറ്റ് യൂണിറ്റ്സിൽ നിന്നൊന്നും ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റില്ല. അതുമാത്രമല്ല അവർക്ക് മറ്റ് യൂണിറ്റിൻ്റെ ആവശ്യവും ഇല്ലാത്ത ടൈപ്പ് ഓഫ് യൂണിറ്റ്സ് ആണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ലെങ്തിൻ്റെ യൂണിറ്റായ മീറ്റർ, ഞാൻ ലെങ്ത് യൂണിറ്റ് മീറ്റർ ഇതാണ്, കണ്ടോ. ഈ മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, മീറ്റർ തന്നെയാണ്, അല്ലേ? മീറ്ററിനെ നമുക്ക് വേറെ ഒന്നുമായിട്ട് നമുക്ക് എഴുതാൻ പറ്റത്തില്ല. മീറ്ററിനെ മീറ്റർ എന്ന് മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. അത് വേറെ ഒന്ന് ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടേംസിൽ മീറ്ററിനെ നമുക്ക് എഴുതാൻ പറ്റില്ല. മീറ്ററിനെ മീറ്റർ എന്നേ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം അല്ലെങ്കിൽ ഗ്രാം എന്തെങ്കിലും ആയിക്കോട്ടെ. ഈ കിലോഗ്രാം എന്നും ഗ്രാം എന്നും ഒക്കെ പറയുന്നത് എന്താണ്, അത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു സിമ്പിളാണ് കിലോഗ്രാം ഗ്രാം എന്നൊക്കെ പറയുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ ടൈമിൻ്റെ കണ്ടോ, സെക്കൻഡ് അല്ലെങ്കിൽ മിനിറ്റ് അല്ലെങ്കിൽ അവർ, ഈ സംഭവങ്ങളെല്ലാം എന്താണ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ നിൽക്കുന്ന സംഭവങ്ങളാണ്, അല്ലേ? ഇതിനെ ഈ യൂണിറ്റിനെ വേറൊരു യൂണിറ്റിൻ്റെ ടേമിലൊന്നും നമുക്ക് എഴുതാൻ പറ്റില്ല. അതേസമയം നിങ്ങൾ ഇവിടെ നോക്കേ, ഏരിയയുടെ യൂണിറ്റ് എന്തുവാണ്, ഏരിയയുടെ യൂണിറ്റ് എന്താ, മീറ്റർ സ്ക്വയർ ആണ്, കേട്ടോ. ഈ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 മീറ്ററിനെ നമ്മൾ മീറ്റർ ഇൻറ്റു മീറ്റർ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, മീറ്റർ സ്ക്വയർ കിട്ടുന്നത്. അതായത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആയ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ആയ മീറ്ററിനെ 2 തവണ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് ഡിറൈവ്ഡ് യൂണിറ്റായ എന്ത് കിട്ടിയത്, ഏരിയയുടെ യൂണിറ്റായ മീറ്റർ സ്ക്വയർ നമുക്ക് കിട്ടിയത്. അതായത് ഫണ്ടമെൻ്റൽ യൂണിറ്റിനെ വെച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ടൈപ്പ് ഓഫ് യൂണിറ്റ്സ് ആണ് നമ്മുടെ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്, കേട്ടോ. അപ്പോൾ അതായത് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ഇപ്പോൾ വേറെ ഉദാഹരണം, വോളിയത്തിൻ്റെ യൂണിറ്റ്,
വോളിയത്തിൻ്റെ യൂണിറ്റ് എന്തുവാടെ മീറ്റർ ക്യൂബാണ്. കണ്ടോ വോളിയത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബാണ്. അതെങ്ങനെ മീറ്റർ ക്യൂബ് എങ്ങനെ വന്നത്? 3 മീറ്റർ. കണ്ടോ 3 തവണ മീറ്ററിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് വന്നത്? മീറ്റർ ക്യൂബ് എന്നുള്ളൊരു യൂണിറ്റ് വന്നത്. അതായത് ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ സിംപ്ലി ഇത്രയേ ഉള്ളൂ, ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ടൈപ്പ് ഓഫ് യൂണിറ്റ്സിനെയാണ് നമ്മൾ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്കിനി കുറച്ച് സിസ്റ്റംസ് പഠിക്കാം. ഏതൊക്കെയാണ് പല തരത്തിലുള്ള സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്? അപ്പം നമ്മളറിയാം, നമ്മൾ പല രാജ്യങ്ങളിലും അല്ലെങ്കിൽ പല നാട്ടിലും പല ടൈപ്പ് ഓഫ് സിസ്റ്റമാണ് മെഷർമെൻറ്റ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ക്രിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ക്രിക്കറ്റ് പിച്ചിൻ്റെ ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചാൽ ആരും മീറ്ററിലോ കിലോമീറ്ററിലോ സെൻറ്റിമീറ്ററിലോ ഒന്നും എക്സ്പ്രസ് ചെയ്യില്ല. എല്ലാവരും പറയുന്നത് എന്തായിരിക്കും? 22 യാർഡ്സ് എന്നായിരിക്കും പറയുന്നല്ലേ. യാർഡ് എന്ന് പറയുന്നൊരു യൂണിറ്റ് ആയിരിക്കും എല്ലാവരും പറയുന്നത്, യാർഡ്. അപ്പോൾ നോക്കില്ല, ഈ യാർഡെന്ന് പറയുന്ന സിസ്റ്റം ഒരു ഇംഗ്ലീഷ് സിസ്റ്റമാണ് അല്ലേ, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലുള്ളൊരു സിസ്റ്റമാണ് യാർഡ്. അപ്പോൾ ഇംഗ്ലീഷുകാർ ക്രിക്കറ്റ് കണ്ടുപിടിച്ചുകൊണ്ടാണ് അതിൻ്റെ പിച്ച് ലെങ്ത് 22 യാർഡ്സ് എന്ന് എക്സ്പ്രസ് ചെയ്തു. അപ്പോൾ അങ്ങനെ പല പല സിസ്റ്റംസ് ഉണ്ട്. പക്ഷേ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള സിസ്റ്റം ഈ 3 സിസ്റ്റമാണ്. അതിൽ ഒന്നാമത്തെ സിസ്റ്റമാണ് CGS സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ CGS ആ പേരിൽ തന്നെ ഉണ്ട്, എന്താ? സെൻറ്റിമീറ്റർ ഗ്രാം സെക്കൻഡ്. അതായത് അവിടുത്തെ ലെങ്തിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിട്ട് അവർ പറയുന്നത് സെൻറ്റിമീറ്ററിനെയും, മാസിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിട്ട് അവർ പറയുന്നത് ഗ്രാമിനെയും, ആൻഡ് ടൈമിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിട്ട് അവർ പറയുന്നത് എന്തിനെയാണ്? സെക്കൻഡിനെയാണ്. സോ അങ്ങനെയുള്ള ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റിനെയാണ് നമ്മൾ CGS സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് നമ്മൾ പറയാം. ഇനി രണ്ടാമത് FPS സിസ്റ്റം. FPS സിസ്റ്റം എന്താണ്? ലെങ്തിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് അവരെടുത്തേക്കുന്നത് എന്താ? ഫൂട്ട്. മാസിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിട്ട് അവരെടുത്തേക്കുന്നത് എന്താ? പൗണ്ട്. ആൻഡ് ടൈമിൻ്റെ സിസ്റ്റത്തെ അവർ എടുത്തേക്കുന്നത് എന്താണ്? സെക്കൻഡാണ്. കണ്ടോ, ഇതാണ് FPS സിസ്റ്റം. ഫൂട്ട്, പൗണ്ട്, സെക്കൻഡ്, ഇങ്ങനെയുള്ള സിസ്റ്റത്തിനാണ് നമ്മൾ FPS സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി മക്കളെ, ഈ CGS സിസ്റ്റത്തിന് മറ്റൊരു പേര് ടെക്സ്റ്റ് ബുക്കിലൊക്കെ റെഫർ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇതിനെ പറയുന്ന പേര് ഫ്രഞ്ച് സിസ്റ്റം എന്നാണ് കേട്ടോ. ഫ്രഞ്ച് സിസ്റ്റം നോട്ട് ചെയ്ത് വെച്ചോണം. CGS സിസ്റ്റം ഈസ് ഓൾസോ നോൺ എസ് ഫ്രഞ്ച് സിസ്റ്റം ഓഫ് യൂണിറ്റ്. ഫ്രഞ്ച് സിസ്റ്റം എന്നറിയപ്പെടുന്ന സിസ്റ്റം ഓഫ് യൂണിറ്റ് ഏതാണ്? നമ്മുടെ CGS സിസ്റ്റമാണ്. ഫ്രഞ്ച് സിസ്റ്റം എന്നറിയപ്പെടുന്ന സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അത് CGS യൂണിറ്റ് ആണ്. ഇനി ഈ പറഞ്ഞ FPS സിസ്റ്റത്തിന് അറിയപ്പെടുന്ന മറ്റൊരു പേര് ബ്രിട്ടീഷ് സിസ്റ്റം എന്നാണ് കേട്ടോ. ബ്രിട്ടീഷ് സിസ്റ്റം, ഫൂട്ട്, പൗണ്ട് എന്നൊക്കെ യൂസ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ പൗണ്ടൊക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ഇപ്പോൾ UFC ആണെങ്കിലും പണ്ടത്തെ നമ്മൾ കാണുന്ന WWE ആണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ കണക്ക് പല റെസ്ലേഴ്സിനെ വിളിക്കുമ്പോൾ അവരെ വെയിറ്റ് ഇപ്പോഴും പറയുന്ന കിലോഗ്രാമിലല്ല, പൗണ്ടാണ് അല്ലേ. പണ്ട് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കുറേ റെസ്ലേഴ്സ് ഉണ്ട്, അവർ പറയും ഇത്ര പൗണ്ട് എന്നൊക്കെ പറയുന്നത്. അതായത് അത് ഈ പറഞ്ഞ കണക്ക് മാസ്, നമ്മൾ കിലോഗ്രാമിന് പകരം എക്സ്പ്രസ് ചെയ്യുന്നൊരു ഇതാണ് പൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പോഴും ഈ പല രാജ്യങ്ങളിലും കിലോഗ്രാമിനേക്കാളും കൂടുതൽ ഇത്ര പൗണ്ട് തൂക്കം ആയിരിക്കും പറയുന്നത് കേട്ടോ. 5 പൗണ്ട് അല്ലെങ്കിൽ 100 പൗണ്ട് അല്ലെങ്കിൽ 200 പൗണ്ട്സ് എന്നൊക്കെ ആയിരിക്കും അവരിപ്പോഴും പല രാജ്യങ്ങളിലും വൈഡായിട്ട് യൂസ് ചെയ്യുന്ന. ഇപ്പോഴും പൗണ്ട് എന്നുള്ള ഒരു യൂണിറ്റ് നമ്മളെപ്പോഴും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. നമ്മളല്ല, കൂടുതലും പുറം രാജ്യങ്ങളിലാണ് കൂടുതലും ഈ പൗണ്ട് യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത്. ഇനി അടുത്ത മൂന്നാമത്തെ സിസ്റ്റമാണ് MK സിസ്റ്റം എന്ന് പറയുന്നത്. അല്ല, MK സിസ്റ്റം എന്ന് പറഞ്ഞാൽ നോക്കാം, ലെങ്തിൻ്റെ യൂണിറ്റ് മീറ്റർ, മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. ഇതാണ് MK സിസ്റ്റം എന്ന് പറയുന്നത്. ഈ സിസ്റ്റത്തിനെ പറയുന്ന മറ്റൊരു പേര് ഓർത്തോണം, മെട്രിക് സിസ്റ്റം എന്നാണ്. നോക്കല്ലേ, മെട്രിക് സിസ്റ്റം എന്നാണ്. അപ്പോൾ ഈ മെട്രിക് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താ? മീറ്ററാണ് അതിൻ്റെ ലെങ്ത്. കണ്ടോ, ലെങ്തിൻ്റെ യൂണിറ്റ് മീറ്ററാണ്. കണ്ടോ, മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. സോ ഇതാണ് MK സിസ്റ്റം എന്ന് പറയുന്നത്. കണ്ടോ, MK സിസ്റ്റം അല്ലെങ്കിൽ മെട്രിക് സിസ്റ്റം. ഓർക്കുക, ഈ മെട്രിക് സിസ്റ്റത്തിനെ മോഡിഫൈ ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ വൈഡായിട്ട് യൂസ് ചെയ്യുന്ന SI സിസ്റ്റം ഉണ്ടാക്കിയെടുത്തത്. അതായത് മെട്രിക് സിസ്റ്റത്തിൻ്റെ മോഡിഫൈഡ് ഫോമാണ് എന്തെന്ന് പറയുന്നത് SI സിസ്റ്റം എന്ന്. അപ്പോൾ SI സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഏതിനെ മോഡിഫൈ ചെയ്തതാണെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? MK സിസ്റ്റം അല്ലെങ്കിൽ മെട്രിക് സിസ്റ്റം എന്നായിരിക്കും. അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ് വിച്ച് ഈസ് എ മോഡിഫൈഡ് ഫോം ഓഫ് MK സിസ്റ്റം എന്ന് ചോദിച്ചാൽ SI സിസ്റ്റം അല്ലെങ്കിൽ സിസ്റ്റം ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ ഏറ്റവും മോഡേൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റം ഇതാണ്. ഈ സിസ്റ്റമൊക്കെ എന്തിനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പണ്ടത്തെ കാലത്ത് ഞാൻ പറഞ്ഞു ഓരോ രാജ്യത്തും ഓരോ സ്റ്റാൻഡേർഡ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ പിൽക്കാലത്ത് നമ്മൾ യാത്രകൾ ആരംഭിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും നോളജ് പല രാജ്യങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ ഷെയറിങ്ങിൻ്റെ സമയത്ത് ഓരോ സ്ഥലത്തും ഇപ്പം നമ്മൾക്ക് തന്നെ അറിയാം, ഒരുപാട് പേര് പഠനത്തിന് പല രാജ്യങ്ങളിൽ പോകാറുണ്ട്. പല രാജ്യങ്ങളിലെ പല തിയറീസും ടെക്സ്റ്റ് ബുക്സും നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കാറുണ്ട്.
സോ അങ്ങനെയൊക്കെ എടുക്കുന്ന സമയത്ത് യൂണിറ്റിനെ മൊത്തത്തിൽ ഒന്ന് സ്റ്റാൻഡേർഡൈസ് ചെയ്തില്ലെങ്കിൽ അവിടെ വീണ്ടും ഈ പറഞ്ഞ കണക്ക് ആംബിഗ്യൂറ്റി എന്നുള്ളൊരു വിഷയം വരും. അതായത് അവിടെ ന്യൂട്ടണിലാണ് അവിടെ എല്ലാം ചെയ്യുന്നത്, വേറൊരു രാജ്യത്ത് ഡൈനിലാണ് മൊത്തം ചെയ്യുന്നത്. അപ്പോൾ ഇവരെല്ലാം കൂടി ഒന്നിച്ചൊരു മിഷൻ അല്ലെങ്കിൽ റോക്കറ്റ് സയൻസോ അങ്ങനെ എന്തെങ്കിലും ഒരു മിഷൻ അവർ ഒന്നിച്ച് ചെയ്യാൻ ശ്രമിച്ചു. സോ അപ്പോൾ ഈ യൂണിറ്റ്സ് മൂലം ഒരു ക്ലാഷ് ഉണ്ടാവും. സോ ആ ക്ലാഷൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇൻ്റർനാഷണൽ സിസ്റ്റത്തിൽ മൊത്തത്തിൽ ഒരു സ്റ്റാൻഡർഡൈസ് ചെയ്ത് ഒരു യൂണിറ്റ് സിസ്റ്റത്തിലോട്ട് കൊണ്ടുവരണം എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ സിസ്റ്റംസൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ നോളജ് അപ്പം വളരെ എളുപ്പത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, വളരെ എളുപ്പത്തിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതിനെ നമുക്ക് എന്താ പറയുക, കുറച്ചുകൂടി ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് ഈ സിസ്റ്റങ്ങളുടെ ഒരു പ്രത്യേകത. എസ് ഐ സിസ്റ്റത്തിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത അതാണ്. അതുകൊണ്ടാണ് ഈ സിസ്റ്റത്തെ പറ്റി നമ്മളിപ്പോഴും ഒരുപാട് സ്റ്റഡീസൊക്കെ നടത്തുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ആലോചിച്ച് വെക്കുക. അപ്പം MK സിസ്റ്റത്തിൽ നിന്നാണ് എന്ത് വന്നത്, നമ്മളിപ്പോൾ കാണുന്ന ഈ സിസ്റ്റം ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ SI യൂണിറ്റ് വന്നത്. അപ്പോൾ ആ MK സിസ്റ്റം അല്ലെങ്കിൽ മെട്രിക് സിസ്റ്റമാണ് ഏത് ഈ ഒരു SI സിസ്റ്റത്തിൻ്റെ തൊട്ട് മുന്നോടി അല്ലെങ്കിൽ എന്താ പറയുക, മെട്രിക് സിസ്റ്റത്തിൽ നിന്നാണ് ആര് വന്നത്, SI സിസ്റ്റം വന്നത്. അപ്പോൾ ഓർത്തോണം, മെട്രിക് സിസ്റ്റം എന്നുള്ള പേരും MK സിസ്റ്റം എന്നുള്ള ആ ഒരു പേരും കൂടി നിങ്ങളൊന്ന് ഓർത്തിരുത്തണം കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സോ ഇനി നമുക്ക് കുറച്ച് എന്താ പറയുക, ഇതാണ് ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞതിൻ്റെ, ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം ഒരു രത്നച്ചുരുക്കമാണ് ഈ പറഞ്ഞ കണക്ക് ഈ ഒരു ബോക്സിൽ. ഇപ്പോൾ CGS സിസ്റ്റത്തിനകത്ത് നമ്മൾ കുറേ ക്വാണ്ടിറ്റീസ് ഉണ്ട്. അപ്പോൾ ആ ക്വാണ്ടിറ്റീസിൻ്റെ കുറച്ച് ഇതാണ് CGS സെൻറ്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്, MKS മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്, FPSC ഫൂട്ട്, പൗണ്ട്, സെക്കൻഡ്. സോ ഞാൻ ഇത്രയും നേരം പറഞ്ഞതിൻ്റെ ഒരു രത്നച്ചുരുക്കമാണ് ആക്ച്വലി നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുപിടിക്കുന്ന ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ ഇതൊന്നും നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. ഈ ഫോഴ്സിൻ്റെ വർക്കിൻ്റെയൊക്കെ നമ്മൾ ആ ചാപ്റ്റർ എടുക്കുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് ഡൈൻ അല്ലെങ്കിൽ എർഗും ഡൈനും തമ്മിൽ എർഗും വർക്കും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ എർഗും ജൂളും തമ്മിലുള്ള ബന്ധം, ഡൈനും ന്യൂട്ടനും തമ്മിലുള്ള ബന്ധം എന്തൊക്കെയാണെന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ അങ്ങോട്ട് വരുമ്പോൾ വളരെ ഡീപ്പായിട്ട് നമ്മൾ പഠിക്കും കേട്ടോ. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ഇത്രയൊന്നും അറിഞ്ഞിരിക്കുക കേട്ടോ. ഇനി ഇതിനകത്ത് തന്നെ നമുക്ക് കുറച്ച് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്, നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ കുറച്ച് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം മാസ് എന്ന് പറയുന്നൊരു ക്വാണ്ടിറ്റിക്ക്, ഈ മാസ് എന്ന് പറയുന്നൊരു ക്വാണ്ടിറ്റിക്ക് പല യൂണിറ്റ് ഉണ്ടാവും. മാസ് നമ്മൾ കിലോഗ്രാം എന്ന് പറഞ്ഞാൽ മാസിൻ്റെ യൂണിറ്റ്, ഗ്രാം എന്ന് പറഞ്ഞാൽ മാസിൻ്റെ യൂണിറ്റ് അല്ലേ. പിന്നെ ക്വിൻ്റൽ എന്ന് പറയുന്നൊരു യൂണിറ്റ് ഉണ്ട്, ക്വിൻ്റൽ. പിന്നെ മെട്രിക് ടൺ എന്ന് പറയുന്ന യൂണിറ്റ് ഉണ്ട്. ഇങ്ങനെ പല പല യൂണിറ്റ് ഉണ്ട് എന്തിന്, ഈ മാസ്. പക്ഷേ നമ്മൾ മാസിനെ സ്റ്റാൻഡേർഡായിട്ട് എടുത്തേക്കുന്ന ഏതാണ്, കിലോഗ്രാം എന്നുള്ള യൂണിറ്റ്. സോ അങ്ങനെ നമുക്ക് ബേസിക്കലി നമുക്ക് 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആണുള്ളത്. ആ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനും 7 യൂണിറ്റ്സ് ഉണ്ട്. അപ്പോൾ 7 ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആണ് നമുക്കുള്ളത്. ഏറ്റവും ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ്. ആ ക്വാണ്ടിറ്റീസിന് കൊടുത്തേക്കുന്ന ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള യൂണിറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഏതൊക്കെയാണ് നമ്മളെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്ന് നോക്കാം. ഫസ്റ്റ് നോക്കണേ, മാസ് അല്ലേ. മാസ്സാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആണ് എന്ന് പറഞ്ഞാൽ. മാസ് എന്ന് പറയുന്ന സംഭവത്തിന് നമുക്ക് വേറെ ഒന്നും വെച്ച് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. മാസ് എന്ന് പറഞ്ഞാൽ മാസ് തന്നെയാണ്. അപ്പം മാസ് എന്ന് പറയുന്ന ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്, കിലോഗ്രാം ആണ്. കണ്ടോ, കിലോഗ്രാം ആണ് മാസിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റ്. ലെങ്തിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്താ, മീറ്റർ. കണ്ടോ, ടൈമിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് സെക്കൻഡ്, ടെമ്പറേച്ചറിൻ്റെ കെൽവിൻ, ഇലക്ട്രിക് കറണ്ടിൻ്റെ ആംപിയർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൻ്റെ മോൾ ആൻഡ് ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ കാൻഡല. സോ ഇത്രയാണ് 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും അവൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. ഓർത്തോണം, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർക്കേണ്ടത് ഇതാണ് കേട്ടോ, ലൂമിനസ് ഇൻറ്റൻസിറ്റി. ഏറ്റവും കൂടുതലാണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള, PSC ആണെങ്കിലും SSC ആണെങ്കിലും RRB ആണെങ്കിലും എപ്പോഴും ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഈ ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ SI യൂണിറ്റ് എന്താണ്, ഓർത്ത് വെച്ചോണം, കാൻഡല, CD. കാൻഡല. ബാക്കിയെല്ലാം നിങ്ങൾ തന്നെ പഠിച്ചിട്ടുള്ള, ഇലക്ട്രിക് കറണ്ടൊക്കെ നിങ്ങൾ പണ്ട് സ്കൂളുകളിൽ തന്നെ പഠിച്ചിട്ടുള്ളതല്ലേ. ആംപിയർ എന്ന് പറയുന്ന സംഭവം. ഈ ടെമ്പറേച്ചർ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ടെമ്പറേച്ചറിൻ്റെ നമ്മൾ ഏറ്റവും കൂടുതൽ വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള യൂണിറ്റാണ്. പക്ഷേ SI യൂണിറ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന എന്തിനെയാണ്, കെൽവിനെയാണ് കേട്ടോ. കെൽവിനാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിട്ട് നമ്മൾ ടെമ്പറേച്ചറിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഇനി ഇത്രയും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. മോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത് 6.022 × 10⁻23 എന്നൊക്കെ പറഞ്ഞ് അവഗാഡ്രോ നമ്പർ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ആ മോള് തന്നെയാണ് ഈ മോൾ കേട്ടോ, MOLE. അതിനെ ചെറുതാക്കി എഴുതുന്നതാണ് MOL എന്ന് പറയുന്നത് അല്ലേ. ഈ എന്തിനാണ് മാറ്റിയെന്ന് അറിയാൻ വയ്യ. എല്ലാം മീൻസ് വലിയ വ്യത്യാസമൊന്നുമില്ല മോളും MOL തമ്മിൽ അല്ലേ.
അപ്പോൾ MOL എന്ന് പറയുന്നത് മോളിൻ്റെ ഇതാണ്, ആ മോള് തന്നെയാണ് കേട്ടോ ഈ മോൾ, MOLE മോള് തന്നെയാണ് ഈ മോള് കേട്ടോ. ഇനി നമുക്കുള്ള വേറെ 2 സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ 2 സപ്ലിമെൻ്ററി യൂണിറ്റ്സും കൂടി നമുക്കുണ്ട് കേട്ടോ. ആ 2 സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒന്ന് പ്ലെയിൻ ആംഗിളാണ്. പ്ലെയിൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ആംഗിൾ അല്ലേ, സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ആംഗിൾ ഏതാണ്? ഡിഗ്രിയാണ് നമ്മൾ സാധാരണ ഏറ്റവും കൂടുതൽ അല്ലേ, 30 ഡിഗ്രിയുടെ ട്രയാങ്കിൾ, 60 ഡിഗ്രിയുടെ ട്രയാങ്കിൾ, 75 ഡിഗ്രി കോണളവ് എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും അല്ലേ. അപ്പോൾ ആ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ആ ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്ലെയിൻ ആംഗിൾ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ റേഡിയൻ ആണ്, RADIAN, റേഡിയൻ, RD എന്ന് കേട്ടോ, RD റേഡിയൻ. ഇനി സോളിഡ് ആംഗിൾ വരുമ്പോഴത്തേക്ക്, സോളിഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ അത് 3 ഡയമെൻഷനൽ ആയിട്ടുള്ള ആംഗിൾ കേട്ടോ. 3 ഡയമെൻഷനിൽ നമ്മൾ വരുന്ന സംഭവത്തിനാണ് സോളിഡ് ആംഗിൾ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതൊന്നും വേണ്ട. സോളിഡ് ആംഗിളിൻ്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഓർത്തോണം, ഇതിൻ്റെ കൂടെ ഒരു STERADIAN, സ്റ്റെറേഡിയൻ അല്ലെങ്കിൽ SR എന്ന് സ്റ്റെറേഡിയൻ ആണ്, സ്റ്റെറേഡിയൻ ആണോ. ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പോൾ സോളിഡ് ആംഗിൾ, പ്ലെയിൻ ആംഗിൾ, പിന്നെ ഈ പറഞ്ഞ ഈ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി, ഇത്രയാണ് സ്റ്റെറേഡിയനും റേഡിയനും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതിനകത്ത് പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലേ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. സോ ഇനി ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞ കുറച്ച് യൂണിറ്റ്, ഞാൻ പറഞ്ഞതും പറയാത്തതായിട്ടുള്ള കുറേ യൂണിറ്റ്സ് ഉണ്ട്. ഇപ്പോൾ പ്ലെയിൻ ആംഗിൾ റേഡിയൻ, RAD എന്ന് വിളിക്കും, RAD എന്നും RD എന്നും നമ്മൾ പറയാറുണ്ടോ, റേഡിയനും RD എന്നും ഷോർട്ട് ഫോമിൽ എഴുതാറുണ്ട് കേട്ടോ, റേഡിയൻ. അപ്പോൾ റേഡിയൻ, RAD, സ്റ്റെറേഡിയൻ. പിന്നീട് ഫ്രീക്വൻസിയുടെ SI യൂണിറ്റ് എന്ന ഹെർട്സ് ആണ്, അത് നമ്മൾ സൗണ്ട് എന്നുള്ള ചാപ്റ്റർ എടുക്കുമ്പോൾ അവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ ഫോഴ്സ് ന്യൂട്ടൺ, നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഫോഴ്സിൻ്റെ SI യൂണിറ്റ് ന്യൂട്ടൺ ആണ്. അതും ഈ പറഞ്ഞ കണക്ക് ഫോഴ്സ് എന്നുള്ള ചാപ്റ്റർ എടുക്കുമ്പം നമുക്ക് അവിടെയും ഡീറ്റെയിൽ ആയിട്ട് അതൊക്കെ പറയാം. പിന്നെ പ്രഷർ, ഫോഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ വരുന്ന ചാപ്റ്ററാണ് പ്രഷർ. ആ പ്രഷറിൽ വരുമ്പോഴും നമുക്ക് ഈ പറഞ്ഞ കണക്ക് പാസ്കലിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. എനർജിയുടെ യൂണിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും. പവറിൻ്റെ യൂണിറ്റ് വാട്ട്, അത് നിങ്ങൾക്കറിയാം. ഇലക്ട്രിക് ചാർജസ് കൂളംബ്, പിന്നെ ഇലക്ട്രിക് കണ്ടക്റ്റൻസ് സീമൻസ് ആൻഡ് കപ്പാസിറ്റൻസ് ഫാരഡേ. ഇതൊക്കെ നമ്മൾ ഇലക്ട്രിസിറ്റി എന്നുള്ള ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് വളരെ ഡീപ്പായിട്ട് നിങ്ങൾക്ക് നമ്മളത് ഡിസ്കസ് ചെയ്യും. തൽക്കാലം ഈ യൂണിറ്റ്സ് മാത്രം നിങ്ങൾ നോർമലി വെച്ചേക്കുക. യൂണിറ്റ്സ് എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന യൂണിറ്റ്സ് ആയിരിക്കും കേട്ടോ. ദെൻ മക്കളെ, ഇനി നമുക്ക് അടുത്തത് പിന്നെ വേറെ കുറച്ച് നമുക്ക് കൺഫ്യൂഷൻ വരുന്ന 1-2 യൂണിറ്റ്സ് ആണ് കേട്ടോ. ഒന്ന് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നതിൻ്റെ യൂണിറ്റ്, മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെബർ ആണ്, WB, വെബർ ആണ് മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വെബർ ആണ് കേട്ടോ, വെബർ. ഇനി മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, ഇതെല്ലാവർക്കും തിരിഞ്ഞു പോകുന്ന സംഭവം കേട്ടോ. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ടെസ്ലയാണ്. നമുക്കറിയാം, നിക്കോളാസ് ടെസ്ല എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. ടെസ്ല കാർസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ആ ടെസ്ല തന്നെയാണ് ഈ ടെസ്ല എന്ന് പറഞ്ഞാൽ ഓർത്തോണം, വെബർ പെർ മീറ്റർ സ്ക്വയർ കേട്ടോ. വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്, ടെസ്ല എന്ന് പറയുന്നത്. വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ് ടെസ്ല എന്ന് പറയുന്നത്, വെബർ പെർ മീറ്റർ സ്ക്വയർ. അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിന് ചുറ്റുമുള്ള ആ ഒരു ലൈനിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് വിളിക്കുന്നത്. അതാണ് വെബർ. ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മീറ്റർ സ്ക്വയറിൽ എന്തുമാത്രം ഉണ്ട് എന്നുള്ള ഒരു കൺസെപ്റ്റാണ് എന്തെന്ന് പറയുന്നത്, ഈ ഫ്ലക്സ് ഡെൻസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ്. അത് തിരിഞ്ഞു പോരുത് കേട്ടോ ഈ ഒരു കാര്യം. അതുപോലെ തന്നെ ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡക്ടറിനകത്ത് വരുന്ന റെസിസ്റ്റൻസിനാണ് നമ്മൾ ഇൻഡക്റ്റൻസ് അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്നൊക്കെ പറയുന്നത്. അതൊക്കെ നമ്മൾ അവിടെ വരുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതിൻ്റെ യൂണിറ്റ് ഹെൻറിയാണ്. പിന്നീട് കൺഫ്യൂഷൻ വരുന്ന മറ്റൊരു 2 യൂണിറ്റ്സ് ആണ് ഈ ഇല്ലുമിനേഷനും ലൂമിനസ് ഫ്ലക്സും, പിന്നീട് ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്നത്. അപ്പോൾ ഓർത്തോണം, ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് ആണ്, ഓർത്തോണം, ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ കാൻഡൽ. ഓക്കെ, ലൂമിനസ് ഫ്ലക്സിൻ്റെ യൂണിറ്റ് ഓർത്തോണം ലൂമൻ ആണ് കേട്ടോ. ലൂമിനസ് ഫ്ലക്സിൻ്റെ യൂണിറ്റ് എന്തോടെ? ലൂമൻ ആണ്. ലൂമിനസ് ഫ്ലക്സിൻ്റെ യൂണിറ്റ് ലൂമൻ ആണ്. ആൻഡ് ഇല്ലുമിനേഷൻ്റെ യൂണിറ്റ് ലെക്സ് ആണ് കേട്ടോ. ഇല്ലുമിനേഷൻ്റെ യൂണിറ്റ് ലെക്സ് ആണ്. ഇത് 3 കാര്യങ്ങളാണ്. അപ്പോൾ ലൂമിനസ് ഫ്ലക്സ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ലൈറ്റിൻ്റെ എമിഷനുമായിട്ട് ബന്ധപ്പെട്ട ടേംസ് ആണ്. അതായത് ഇവിടെ ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ സോഴ്സിനകത്ത് എമിറ്റ് ചെയ്യപ്പെടുന്ന ടോട്ടൽ ലൈറ്റ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലൂമിനസ് ഫ്ലക്സ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇനി ആ ഫ്ലക്സ് തന്നെ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ ഒരു പർട്ടിക്കുലർ സോളിഡ് ആംഗിളിൽ പോകുന്നതിനെയാണ് നമ്മൾ ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. ഇനി അത് വന്ന് ഏതെങ്കിലും ഒരു സർഫസിൽ തട്ടി ആ സർഫസ് എന്തുമാത്രം
ആ ഒരു ലൈറ്റിൻ്റെ എമിഷനെ അബ്സോർബ് ചെയ്യുന്നു എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഇല്ലൂമിനേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഇല്ലൂമിനേഷൻ്റെ ലെക്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ലൂമൻ പെർ മീറ്റർ സ്ക്വയറിനാണ് നമ്മൾ ലെക്സ് എന്ന് വിളിക്കുന്നത്. ലൂമൻ പെർ മീറ്റർ സ്ക്വയറിനാണ് നമ്മൾ ലെക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ക്വാണ്ടിറ്റീസും ആ ടേംസും ഒക്കെ നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചേക്കണം. ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലുള്ള ഒരു പർട്ടിക്കുലർ സോളിഡ് ആംഗിളിലുള്ള ലൂമിനസ് ഫ്ലക്സിനെയാണ് നമ്മൾ ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ലൂമിനസ് ഇൻറ്റൻസിറ്റിയാണ് നമ്മൾ ഏറ്റവും ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആയിട്ട് എടുത്തിരിക്കുന്നത്, ലൂമിനസ് ഫ്ലക്സിനെ അല്ല. അപ്പോൾ ലൂമിനസ് ഫ്ലക്സിൻ്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ലൂമനാണ്, ഇലൂമിനേഷൻ്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ലെക്സ് ആണ്, ആൻഡ് ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് കാൻഡലയാണ്. ഒന്നുകൂടി പറയാം, ലൂമിനസ് ഫ്ലക്സിൻ്റെ യൂണിറ്റ് ലൂമനാണ്, ഇല്ലൂമിനേഷൻ്റെ യൂണിറ്റ് ലെക്സ് ആണ്, ആൻഡ് ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് കാൻഡലയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് നിങ്ങളുടെ ഓർമ്മയിൽ വെച്ചേക്ക്. ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഫ്ലക്സും ഡെൻസിറ്റിയും ഫ്ലക്സും രണ്ടും ഒന്ന് വെബറും ഒന്ന് വെബർ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ടെസ്ലയാണ് കേട്ടോ. ഇനി നമ്മൾ അടുത്താണ് ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. കുറച്ച് ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡയമെൻഷൻ ഈ പറഞ്ഞ കണക്ക് യൂണിറ്റിൻ്റെ ഒരു ബൗണ്ടറി ഒന്നും ഇല്ല. ഇപ്പോൾ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഉദാഹരണം നമ്മൾ ഇങ്ങനെ ഡയമെൻഷൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്താൽ ഇങ്ങനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിനകത്ത് MLT എന്നുള്ള മൂന്നല്ല വേറെ ഏതെങ്കിലും ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ടെങ്കിൽ അതും കൂടിയൊക്കെ വെച്ച് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന MLT ആ ഫണ്ടമെൻ്റൽ മാസ്, ലെങ്ത്, ടൈം, കറണ്ട് അങ്ങനെയൊക്കെയുള്ള ക്വാണ്ടിറ്റീസ് വെച്ച് എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഈ പറഞ്ഞ കണക്ക് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡയമെൻഷനകത്ത് നമ്മൾ സാധാരണ ഇല്ലേ മോസ്റ്റ് കോമൺലി നമ്മൾ MLT വെച്ചാണ് നമ്മൾ മോസ്റ്റ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി കറണ്ട് ആണെങ്കിൽ ഇവിടെ കറണ്ടിൻ്റെ ടേം വരും, ആംഗിൾ ആണെങ്കിൽ ആംഗിളിൻ്റെ ടേം വരും, ഇതൊക്കെ വരും. പക്ഷേ നമുക്ക് MLT വെച്ചുള്ള എക്സ്പ്രഷൻസ് മാത്രമേ നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളൂ കേട്ടോ. ഇനി ഇതിനകത്ത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ MLT എന്ന് ഞാൻ എഴുതുകയാണ് കേട്ടോ. ഇതിനകത്ത് എനിക്ക് ലെങ്തിൻ്റെ യൂണിറ്റിനെ എക്സ്പ്രസ് ചെയ്യണം. എന്താണ് ലെങ്തിൻ്റെ ഡയമെൻഷണൽ ഫോർമുല, അല്ലെങ്കിൽ ഡിസ്റ്റൻസിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണെന്ന് നോക്കുക. ഡിസ്റ്റൻസിൻ്റെ ഡയമെൻഷണൽ ഫോർമുല ഓർത്തോണം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡയമെൻഷനലി ഒരു ലെങ്താണ് അല്ലേ. അപ്പോൾ ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്തുവാടെ മീറ്ററാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് മാത്രം നോക്കിയാൽ മതി, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലെങ്ത്. അപ്പോൾ ലെങ്തിൻ്റെ 1th പവറാണ് അല്ലേ, 1th പവറാണ് ലെങ്ത്. ലെങ്തിൻ്റെ ഫസ്റ്റ് പവറാണ് എന്തെന്ന് പറയുന്നത് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. അവിടെ എന്തില്ല, മാസ് ഇല്ല, അതുകൊണ്ട് മാസ് റേസ് ടു 0 കണ്ടോ. ടൈം ഇല്ല, സോ ടൈം റേസ് ടു 0. അല്ലെങ്കിൽ ഇതിനെ നമ്മൾ പൊതുവേ എന്തെന്ന് മാത്രമേ എഴുതുള്ളൂ, L⁻⁴ എന്നേ നമ്മൾ എഴുതത്തുള്ളൂ. എന്ത് ഡിസ്റ്റൻസിൻ്റെ എന്തെന്ന് പറയുന്നത് ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഞാൻ കുറച്ച് ഡയമെൻഷണൽ ഫോർമുല നിങ്ങൾക്ക് പറയാം, അതുകൂടി പറഞ്ഞ് കുറച്ച് എക്സാമ്പിൾ കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഇതാണ് ഡയമെൻഷണൽ ഫോർമുല ഫോർ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, L ആണ് കണ്ടോ. L ആണ് ഡയമെൻഷണൽ ഫോർമുല, ലെങ്തിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്, L ആണ് കണ്ടോ. അപ്പോൾ ഇനി നമുക്ക് അതല്ലെന്നുണ്ടെങ്കിൽ ഇതിന് M0 L⁻⁴ T⁻⁴ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇതും കറക്റ്റാണ് കേട്ടോ. ആക്ച്വലി ഇങ്ങനെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്, M0 L1 T⁻⁴ എന്നുള്ള രീതിയിൽ, ഈ രീതിയിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ L⁻⁴ എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ എന്നുള്ളതേ ഉള്ളൂ, പക്ഷേ ആക്ച്വലി അതിനെ ഈ രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി മാസിൻ്റെ ഡയമെൻഷൻ ഫോർമുല എന്ത് വരുന്നത്, M⁻⁴ L⁻⁴ T⁻⁴ കണ്ടോ. ഇത് മാസിൻ്റെ മാത്രം ഇതാണ്. അപ്പം നമ്മൾ ഒന്നുകിൽ M എന്ന് മാത്രം ഇങ്ങനെ എഴുതും, അവല്ല ഓപ്ഷനകത്ത് M1 L0 T⁻⁴ എന്നുണ്ടെങ്കിൽ ഇതാണ് കുറച്ചൊരു ഡയമെൻഷൻ ഫോർമുല പക്ക എന്ന് പറയുന്നത് ഈ ഒരു സാധനമാണ് കേട്ടോ. ഇനി മക്കളെ നിങ്ങൾ നോക്കണേ, ഡയമെൻഷണൽ ഫോർമുല ഫോർ ടൈമിൻ്റെ ഡയമെൻഷൻ ഫോർമുല എങ്ങനെ എഴുതും, MLT കണ്ടോ. ടൈം മാത്രമേ ഉള്ളൂ, ലെങ്ത് ഇല്ല, മാസ് ഇല്ല. ടൈമിനകത്ത് ലെങ്ത് മാസം ഉണ്ടോ, ഇല്ല. ഇത് എങ്ങനെ എഴുതും കണ്ടോ. ഇനി അടുത്ത് നമുക്ക് നോക്കാം ഡയമെൻഷണൽ ഫോർമുല ഫോർ എന്താണ് വെലോസിറ്റി. മക്കളെ വെലോസിറ്റിയുടെ ഡയമെൻഷൻ ഫോർമുല ഇതെങ്ങനെ എഴുതും, നിങ്ങൾക്കറിയാം. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഡിസ്റ്റൻസ് ബൈ ടൈമാണ് അല്ലേ. ഡിസ്റ്റൻസ് ബൈ ടൈമാണ് വെലോസിറ്റി എന്ന്. അല്ലെങ്കിൽ വെലോസിറ്റിയുടെ യൂണിറ്റ് എന്തോടെ മീറ്റർ പെർ സെക്കൻഡ്, അതല്ലെന്നുണ്ടെങ്കിൽ കിലോമീറ്റർ പെർ അവർ കണ്ടോ. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് നമുക്ക് നോക്കുന്ന ആദ്യം നിങ്ങൾ എന്താ MLT എന്ന് എഴുതുക കണ്ടോ. M-L-T എന്ന് എഴുതുക. ഇനി നിങ്ങൾ നോക്കുക ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്, അതിൻ്റെ പവർ എത്ര അവിടെ 1 ആണ്. സോ L-ൻ്റെ സ്ഥാനത്ത് നിങ്ങൾ എന്ത് കൊടുക്കുക, 1 കൊടുക്കുക കണ്ടോ. ഇനി ബൈ ടൈം, മക്കളെ ഈ ടൈം എന്ന് പറഞ്ഞാൽ എവിടെ കിടക്കുന്നത്, ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത്. ഇപ്പോൾ ഡിനോമിനേറ്ററിലുള്ള ടൈം മേളിലോട്ട് പോകുമ്പോൾ എന്താവും, അത് -1. ഇതിനെ നമ്മൾ മീറ്റർ സെക്കൻഡ് റേസ് ടു -1 എന്ന് നമ്മൾ എഴുതാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടൈം എന്നുള്ളത് താഴെ കിടക്കുന്നതുകൊണ്ട് നമ്മളിവിടെ T⁻⁴ എന്തെന്ന് എഴുതൂടെ, -1 എന്ന് എഴുതും.
ഇവിടെ മാസുമായിട്ട് എന്തിനും ഡിപ്പെൻഡൻസി ഇല്ല. ആ വെലോസിറ്റി എന്നൊരു ടേമിന് മാസുമായിട്ട് യാതൊരു ഡിപ്പെൻഡൻസി ഇല്ല. ആ ഡിപ്പെൻഡൻസി കാണിക്കാൻ വേണ്ടിയിട്ടാണ് m0 L⁻⁴ T⁻⁻1, അല്ലെങ്കിൽ നമ്മൾ LT⁻⁻1 എന്ന് സിംപ്ലി ഈ രീതിയിൽ എഴുതും. m0 ചെയ്താലും എന്താണ് കറക്റ്റാണ്. ഇതാണ് ഏറ്റവും സ്റ്റാൻഡേർഡ്. ഇതും എഴുതാം കേട്ടോ, രണ്ടും ശരി തന്നെയാണ്. ഇനി നമുക്ക് നോക്കാം ഡയമെൻഷണൽ ഫോർമുല ഫോർ ആക്സിലറേഷൻ. മക്കളെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്തോടെ? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. അപ്പം നിങ്ങൾ നോക്കുക, ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? m/s² ആണ് ആക്സിലറേഷൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ. ആക്സിലറേഷൻ യൂണിറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ, m/s² ആണ്. അപ്പോൾ ഇവിടെ നോക്കുക mLT. നോക്കണേ, മീറ്ററിൻ്റെ സ്ഥാനത്ത് ഇതാ ഒരു പവറേ ഉള്ളൂ 1. സെക്കൻഡ് എവിടെ കിടക്കുന്നത്? താഴെ കിടക്കുന്നത്. അതിൻ്റെ പവർ എത്ര? 2. സോ അപ്പോൾ നമ്മൾ താഴെ കിടക്കുക, അടിയിലാണ് കിടക്കുന്നതെങ്കിൽ അതിനെ മേളിലോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? T⁻². മാസിൻ്റെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. സോ m0 L1 T⁻² എന്ന് നമ്മൾ ഇതിനെ എഴുതും. കണ്ടോ, ഇതിന് ആക്സിലറേഷൻ, അല്ലെങ്കിൽ നമ്മൾ LT⁻² എന്ന് സിംപ്ലി നമ്മൾ ഈ രീതിയിൽ എഴുതും. കണ്ടോ. ഇനി ഏരിയ ഡയമെൻഷൻ ഫോർമുല നിങ്ങൾക്ക് അറിയാമല്ലേ, m² ആണ് അല്ലേ. 2 മീറ്റർ എന്ന m², എന്താണ് L² എന്നുള്ള രീതിയിൽ ഏരിയയുടെ യൂണിറ്റ് നമുക്ക് കിട്ടും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. എന്നാലും ഡയമെൻഷണൽ ഫോർമുലയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതാ വേറൊരു എക്സാമ്പിൾ, ഇതാ ഡയമെൻഷണൽ ഫോർമുല ഫോർ ഡെൻസിറ്റി. മക്കളെ ഡെൻസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി D = മാസ് ബൈ വോളിയം ആണ് അല്ലേ. നമ്മൾ മാസിനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഡെൻസിറ്റി കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, മാസിൻ്റെ യൂണിറ്റ് എന്തോടെ? മാസിന് നിങ്ങൾ നോക്കാം, മാസ് ഇതാ m. കണ്ടോ, വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? L3. ഇത് മേളിൽ പോകുമ്പം mL⁻⁻3. കണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം mL⁻⁻3 T⁻⁴. അതാ ഇങ്ങനെ എഴുതാം. കണ്ടോ, അപ്പോൾ എന്ത് തരും? mL⁻⁻3. ഇതാണ് ഇതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓർത്തിരിക്കുക. ഇത് സം ഡയമെൻഷൻ ഫോർമുല ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ഫോർമുല നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ആ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ഫോർമുല mL⁻⁻F =ma എന്നുള്ള ഇക്വേഷനകത്ത് നിങ്ങൾ ആക്സിലറേഷൻ്റെ ഡയമെൻഷണൽ ഫോർമുല LT⁻² ആണ്. മാസും കൂടി വരുമ്പോഴത്തേക്ക് എന്ത് വരും? ഇവിടെ ആ എമ്മും കൂടി വരും. അങ്ങനെയാണ് mL⁻² എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ഇതിൻ്റെ ഫോർമുല നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം? ഡയമെൻഷണൽ അനാലിസിസ് നടത്തിയിട്ട് ഈ പറഞ്ഞ കണക്ക് ഡയമെൻഷണൽ ഫോർമുലയൊക്കെ നിങ്ങൾക്ക് തന്നെ ഫോർമുലേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഡയമെൻഷൻ ഫോർമുലയൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ബേസിക്കലി നമുക്ക് അതിൻ്റെ എന്ത് മതി? നമുക്ക് അതിൻ്റെ ഇക്വേഷൻ അറിഞ്ഞാൽ മതി. ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാം? ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഈ പറഞ്ഞ പോലെ ഡയമെൻഷൻ ഫോർമുല നമുക്ക് എഴുതാൻ പറ്റും കേട്ടോ. ഇനി സം പ്രാക്ടിക്കൽ യൂണിറ്റ്സ് നമുക്ക് നോക്കാം. ചില പ്രാക്ടിക്കൽ യൂണിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നോക്കാം, നമ്മൾ ചില വലിയ യൂണിറ്റ്സ് ആണ്, നമുക്ക് കൺഫ്യൂഷൻ വരുന്ന കുറച്ച് വലിയ യൂണിറ്റ്സ് ആണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ആ യൂണിറ്റ്സ് ഒന്ന് നോക്കുക. ഇതിൽ ഒന്നാമത്തെ യൂണിറ്റാണ് ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. ലൈറ്റ് ഇയർ. അപ്പോൾ ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ 1 ഇയർ. ഒരു വർഷം ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലൈറ്റ് ഇയർ എന്ന് വിളിക്കുന്നത്. അതായത് നിങ്ങൾക്കറിയാം, ലൈറ്റ് ഒരു സെക്കൻഡിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യോടെ? ലൈറ്റിൻ്റെ സ്പീഡ് എത്ര? 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. അതായത് ഒരു സെക്കൻഡിൽ ലൈറ്റ് എന്തോ ട്രാവൽ ചെയ്യോടെ? 3 × 10⁸ മീറ്റർ ട്രാവൽ ചെയ്യും. കണ്ടോ, 3 × 10⁸ മീറ്റർ ട്രാവൽ ചെയ്യും ഒരു സെക്കൻഡിൽ. അങ്ങനെയെങ്കിൽ ഒരു മിനിറ്റിലാവുമ്പോഴോ? ×60. കണ്ടോ, ഒരു മിനിറ്റിലാവുമ്പോൾ ×60. അതിന് 1 മണിക്കൂറാകുമ്പോഴോ? വീണ്ടും ×60. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം എത്ര മണിക്കൂറുണ്ട്? 24 മണിക്കൂറുണ്ട്. കണ്ട, അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തിൽ മൊത്തം എത്ര ദിവസമുണ്ട്? 365 ദിവസം. ഇത്രയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് എന്തേ? 9.46 × 10⁻15 മീറ്റർ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് മക്കളെ? ഒരു ലൈറ്റ് ഇയർ എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇതിനെയാണ് നമ്മൾ ഒരു ലൈറ്റ് ഇയർ എന്ന് വിളിക്കുന്നത്. ഓർത്തോണം, ലൈറ്റ് ഇയർ പേരിനകത്ത് ഇയർ ഉണ്ടെങ്കിലും ഈ ലൈറ്ററിന് എന്തുകൊണ്ടൊരു ബന്ധവും ഇല്ല, ടൈമുമായിട്ടൊരു ബന്ധവും ഇല്ല കേട്ടോ ലൈറ്റ് ഇയറിന്. നിങ്ങൾക്ക് ചോദിക്കാം, ഡേ, ഓപ്ഷൻ ഡേ, മന്ത്, ഇയർ, ലൈറ്റ് ഇയർ, ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ നിങ്ങൾ ഏത് കളയും? ഇതെല്ലാം പേര് കേൾക്കുമ്പോൾ നമുക്കിതെല്ലാം നമ്മൾ ടൈമുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത വേരിയബിൾ ആണെന്ന് നമുക്ക് തോന്നും. പക്ഷേ ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ടൈമുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന വേരിയബിൾ ആണോ? അല്ല. ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ആണ് കേട്ടോ. ദിസ് ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ലൈറ്റ് ഇൻ 1 ഇയർ. ഒരു വർഷം ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലൈറ്റ് ഇയർ എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇനി അതാണ് തന്നെ ഡിസ്റ്റൻസിൻ്റെ വേറൊരു വലിയ യൂണിറ്റ് ആണെന്ന് പറഞ്ഞാൽ പാർസെക് എന്നുള്ള യൂണിറ്റ് കേട്ടോ. പാർസെക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഗാലക്സീസ്. നമ്മൾ ഗാലക്സിയുടെ ഒക്കെ ഡിസ്റ്റൻസിനെ നമ്മൾ മെഷർ ചെയ്യുന്ന ഒരു വലിയ യൂണിറ്റ് ആണ് ആര്?
ഈ പാർസെക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരു യൂണിറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു യൂണിറ്റ് നമ്മുടെ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ യൂണിറ്റ് മാറ്റിക്കൊണ്ടിരിക്കും. ഉദാഹരണം, ഇപ്പം നമ്മുടെ വീട്ടിലോട്ട് നമ്മളിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ബിയിലോട്ട് പോകണം. അപ്പോൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് നമ്മൾ സാധാരണ ഇത് കിലോമീറ്ററിലാണ് നമ്മൾ പറയാറ് അല്ലേ. അതാണ് നമുക്ക് പ്രാക്ടിക്കലി ഏറ്റവും എളുപ്പം പറയാം. നമ്മൾ നമ്മുടെ ഇതിലൊരു ബുക്കിലൊരു വരയിടുവാണെങ്കിൽ അതിൻ്റെ മെഷർ ചെയ്യാൻ നമ്മൾ സാധാരണ ഇത് യൂസ് ചെയ്യുന്ന സെൻറ്റിമീറ്റർ എന്നുള്ളൊരു യൂണിറ്റാണ് അല്ലേ. 10 സെൻറ്റിമീറ്ററിൻ്റെ വര വരയ്ക്കുക, അല്ലെങ്കിൽ 20 സെൻറ്റിമീറ്ററിൻ്റെ വര വരയ്ക്കുക, അല്ലെങ്കിൽ അവിടെ നമ്മൾ 0.001 കിലോമീറ്ററിൻ്റെ ഒരു വര വരയ്ക്കുക, അല്ലെങ്കിൽ ഇവിടെ നിന്ന് എൻ്റെ വീട് വരെ 10⁵5 മീറ്റർ ദൂരമുണ്ട് എന്ന് നമ്മൾ പറയാറില്ല അല്ലേ. 10⁶ എന്താ പറയുക മില്ലിമീറ്റർ ആണ് ഇവിടെ നിന്ന് എൻ്റെ വീട് വരെയുള്ള ദൂരം എന്ന് നമ്മൾ പറയാറില്ല. അപ്പം നമ്മൾ ഗാലക്സീസിൻ്റെയും അല്ലെങ്കിൽ ഈ സോളാറിൻ്റെയൊക്കെ വലിയ വലിയ യൂണിറ്റ് നമ്മൾ അളക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലുള്ള വലിയ വലിയ യൂണിറ്റ്സ് നമ്മൾ യൂസ് ചെയ്യും കേട്ടോ. അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റാണ് ഈ പാർസെക് എന്ന് പറയുന്നത്. അപ്പോൾ പാർസെക് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഗാലക്സീസ്. അപ്പോൾ ഓർത്തോണം, ഒരു പാർസെക് എന്ന് പറഞ്ഞാൽ 3.26 ലൈറ്റ് ഇയേഴ്സ് ചേരുന്നതാണ് കേട്ടോ. എത്രയും ലൈറ്റ് ഇയർ ചേരുന്നതാണ് ഒരു പാർസെക് എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് ആലോചിച്ചോണം. പിന്നീടുള്ള ആസ്ട്രോണമിക് യൂണിറ്റ് ഓർക്കണം. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എർത്തും സണ്ണും തമ്മിലുള്ള മീൻ ഡിസ്റ്റൻസ് ആണ് കേട്ടോ. ദ മീൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് ദി സൺ. എർത്തും സണ്ണും തമ്മിലുള്ള മീൻ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. പിന്നീട് മൈൽ, ഒരു മൈൽ എന്ന് പറഞ്ഞാൽ എത്ര? 1.6 കിലോമീറ്റർ ആണ്. അടുത്ത നോട്ടിക്കൽ മൈൽ അല്ലെങ്കിൽ സീ മൈൽ. നമുക്ക് കര അതിർത്തിയുണ്ട്, കടൽ അതിർത്തിയുണ്ട്. അപ്പോൾ കടലിൻ്റെ ഒക്കെ അതിർത്തികളെ നമ്മൾ എന്താ പറയുക, കടലിൻ്റെ അതിർത്തി എത്ര ദൂരമാണ് എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് എന്താണ്? ഈ നോട്ടിക്കൽ മൈൽ എന്നുള്ള ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് നമ്മൾ നേവിയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓർത്തോണം, ഇത് ചോദിച്ചിട്ടുണ്ട്. നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ 1852 മീറ്ററാണ് എന്തെന്ന് പറയുന്നത് ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത്. അതിനടുത്തെന്ന് വെച്ചാൽ 1 ക്വിൻ്റൽ. ഒരു ക്വിൻ്റൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁻² കിലോഗ്രാമാണ്, അല്ലെങ്കിൽ 100 കിലോഗ്രാം ആണ് എന്തെന്ന് പറയുന്നത് ഒരു ക്വിൻ്റൽ എന്ന് പറയുന്നത്. പിന്നെ അടുത്തുള്ളതാണ് ഒരു മെട്രിക് ടൺ. മെട്രിക് ടൺ എന്ന് പറഞ്ഞാൽ 10⁻³ കിലോഗ്രാം ആണ് ഒരു മെട്രിക് ടൺ. 10⁻³ അല്ലെങ്കിൽ 1000 കിലോഗ്രാം ചേർന്നതാണ് ഒരു മെട്രിക് ടൺ എന്ന് പറയുന്നത്. പിന്നീട് ഉള്ളത് അറ്റോമിക് മാസ് യൂണിറ്റ്, AMU. അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കെമിസ്ട്രിയിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. നമ്മൾ ചെറിയ ചെറിയ ആറ്റത്തിൻ്റെ അല്ലെങ്കിൽ ചെറിയ ചെറിയ മോളിക്യൂൾസിൻ്റെ ഒക്കെ അല്ലെങ്കിൽ ചെറിയ ചെറിയ കോമ്പൗണ്ട്സിൻ്റെ ഒക്കെ ഈ പറഞ്ഞ കണക്ക് മാസ് നമ്മൾ എന്താ പറയുക എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് എന്താ പറയുക ആസ്ട്രോണമിക്കൽ മാസ് യൂണിറ്റ് അല്ലെങ്കിൽ AMU എന്ന് പറയുന്നത്. അത് കാർബൺ 12ൻ്റെ വെയിറ്റ് തൊട്ട് C12 എന്ന് പറഞ്ഞ കാർബണിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഇതുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ AMU ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതൊക്കെ നിങ്ങൾ കെമിസ്ട്രി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പിന്നെ അടുത്തുള്ള 1 ചന്ദ്രശേഖർ ലിമിറ്റ്. ഈ ചന്ദ്രശേഖർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് മാസിൻ്റെ ഒരു വലിയ ക്വാണ്ടിറ്റിയാണ് എന്തെന്ന് പറഞ്ഞത് ചന്ദ്രശേഖർ ലിമിറ്റ്. ഈ ചന്ദ്രശേഖർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 1.4 ടൈംസ് ഈ സോളാർ മാസ്. അതായത് സണ്ണിൻ്റെ മാസിനേക്കാളും 1.4 ടൈംസ് സോളാർ മാസുള്ള ഒരു സംഭവമാണ് എന്തെന്ന് പറയുക 1 ചന്ദ്രശേഖർ ലിമിറ്റ് എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചോണം, ചന്ദ്രശേഖർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അത് മാസിൻ്റെ യൂണിറ്റാണ്. പാർസെക് എന്ന് പറഞ്ഞാൽ അത് ഡിസ്റ്റൻസിന്. ഈ പാർസെക്കിലെ സെക്കൻഡ് കണ്ടിട്ട് നിങ്ങൾ ടൈമായിട്ട് എടുത്ത് എഴുതരുത്. പാർസെക് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റാണ്, അല്ല ടൈമിൻ്റെ യൂണിറ്റ് അല്ല. ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ അതും ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റാണ്, അത് ടൈമിൻ്റെ യൂണിറ്റ് അല്ല. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇത് കോമൺ ആയിട്ട് നമ്മളുള്ള കുറച്ച് എന്താ പറയുക യൂണിറ്റ്സ് ആണ്. ഇപ്പോൾ 1 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 1 ഹെക്ടർ, 1 ഫാത്തം, ഹോഴ്സ് പവർ. 1 ഹോഴ്സ് പവർ എന്ന് 746 വാട്ടാണ്. ഇങ്ങനെ ചെറിയ ചെറിയ ചില യൂണിറ്റ്സ് ഉണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പഠിച്ചാൽ മതി. അതിനകത്ത് വലിയ എക്സ്പ്ലനേഷൻ ഒന്നും കാര്യമില്ല. പ്രത്യേകിച്ച് ഇത് പഠിച്ചോണം. 1 ഹോഴ്സ് പവർ, ഒരു ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 746 വാട്ടാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ പറയുന്ന പവർ എന്നുള്ള ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. പിന്നെ ഇഞ്ച്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. പിന്നെ ലൂണാർ മന്ത് എന്ന് പറഞ്ഞാൽ 27.3 ഡേയ്സ് ആണ്. നമ്മളൊക്കെ പണ്ട് അമ്മമാർ പറയത്തില്ലേ, എന്തോ 10 മാസം നൊന്ത് പ്രസവിച്ചു എന്നൊക്കെ പറയത്തില്ലേ. ആക്ച്വലി ഈ 10 മാസം നമുക്കൊരു ഹ്യൂമൻ കംപ്ലീറ്റ്ലി ബർത്ത് നൽകാൻ 270 ദിവസമാണ് ആവറേജ് വേണ്ടത്. അപ്പോൾ സാധാരണ ഗതി നമ്മൾ നോക്കും, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 9 months ആണ് നമുക്ക് സാധാരണഗതിയിൽ വരുന്നത് കേട്ടോ. 9 months ആണ് സാധാരണഗതിയിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ. 9ാം മാസമാണ് സാധാരണഗതിയിൽ നമ്മളെ ഇംഗ്ലീഷ് മന്ത് അനുസരിച്ച് വരിക. പക്ഷേ എങ്കിലും പണ്ടുള്ളവർ എന്തുകൊണ്ടാണ് ഈ 10 മാസം എന്ന് പറഞ്ഞത്? അവർ 10 മാസം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ചാന്ദ്രമാസമാണ്, അല്ലെങ്കിൽ ലൂണാർ മന്താണ്. അപ്പോൾ ലൂണാർ മന്ത് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എത്ര ദിവസമേ ഉള്ളൂ? 27.3 ഡേയ്സേ അവിടെ ഉള്ളൂ. സോ മക്കളെ, ഇപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ പറഞ്ഞ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്നുള്ള ഒരു ചാപ്റ്ററിനകത്തുള്ളത്. നമുക്ക് അടുത്ത നമുക്ക് മറ്റൊരു ചാപ്റ്ററിലൂടെ കാണാം. ഓക്കെ, താങ്ക് യു.